സെൻറ് തോമസ് കോളേജ് റോട്ടിൽ ഒരു ടീ ഷോപ്പിൽ പോയിട്ട് ഇന്ന് ചായ കുടിക്കാൻ പോവാണ്. അവിടെ 20 രൂപയ്ക്ക് മസാല ദോശ കിട്ടും. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമുക്കവിടെ പോവാം, കാണാം. നമ്മളിപ്പോൾ സെൻറ് തോമസ് കോളേജിന് മുമ്പിലാണ്. ഇതാണ് സെൻറ് തോമസ് കോളേജ്. ഇനി ഇതിൽ നേരെ നടക്കുകയാണ്. ഇവിടുന്ന് ആ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയിൽ സെൻറ്റ് മേരീസ് കോളേജ്, പിന്നെ സേക്രഡ് ഹാർട്ട് സ്കൂള്, അതിൻ്റെ അപ്പുറം മോഡൽ ബോയ്സ്, അങ്ങനെ ഒരു സ്കൂൾ കോളേജുകളുടെയും സംഭവമാണ്. കാത്തലിക് സിറിയൻ ബാങ്കാണ് കാണുന്നത്. വളരെ കാലം പഴക്കമുള്ള മതിലാണ് കേട്ടത്. കുറേ കാലം പഴക്കമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊരു പുളിമരമുണ്ട്. പുളിമരത്തിൽ നിറയെ പുളി നിൽക്കണം, നിറയെ പുളിയുണ്ട്. പിന്നെ ഇത് ലിറ്റിൽ ഫ്ലവർ രൂപങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇതാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഷോറൂമുണ്ട്. പലർക്കും അറിയാത്തൊരു സത്യമാണ്, ഈ സെൻറ് തോമസ് കോളേജ് സ്ട്രീറ്റിലാണ് ഇന്ന് തൃശ്ശൂരിൽ വെച്ച് ഏറ്റവും അധികം ഫുഡ് വെറൈറ്റി കിട്ടുന്ന ഒരു സ്ഥലം. നാടൻ ഫുഡ് തുടങ്ങി ഇൻ്റർനാഷണൽ ഫുഡ് വരെ കിട്ടുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. വെറൈറ്റി ഫുഡ്സ് അറ്റ് സെൻറ് തോമസ് കോളേജ് റോഡ്. ഇവിടെയാണ് നമ്മുടെ പറഞ്ഞ മസാല ദോശയുള്ള സ്ഥലം. നമുക്കിനി അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് ഡി കാഫെ, നാടൻ ലഘുഭക്ഷണശാല. ഇവിടെ എല്ലാം ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ, സമോസ ഉണ്ട്, പഴംപൊരി ഉണ്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തൈര് ഉണ്ട്. തൈര് വട നല്ല കടുക്കൊക്കെ പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉഴുന്നുവട മേലിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ എങ്ങനെ ഉണ്ടായി, കാപ്പി എങ്ങനെ ഉണ്ടായി, പുട്ട് എങ്ങനെ ഉണ്ടായി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ദോശേനെ കുറിച്ചുള്ള കാര്യങ്ങളും എവിടെ ഉണ്ടായി, ഏത് നൂറ്റാണ്ടിലാണ് അത് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ, പരിപ്പോടെ ഉണ്ടായിട്ടുള്ളതിൻ്റെ കാര്യങ്ങൾ, അത് എത്ര വർഷം മുമ്പ് ഉണ്ടായതാണ്, എവിടെ ഉണ്ടായി എന്നുള്ളത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരും മസാല ദോശ ഓർഡർ പറഞ്ഞിട്ട് സാമ്പാറും ചട്നിയൊക്കെ ഒഴിക്കുകയാണ്. ഇവർ ഫുള്ള് ഫിൽറ്റർ വാട്ടർ പുറമേ നിന്ന് വാങ്ങിച്ചിട്ട് ഫിൽറ്റർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. തൃശ്ശൂർക്കാരൻ ഒരു നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കിഴി പൊറോട്ട, നമ്മളിപ്പോൾ കിഴി പൊറോട്ട ജനുവരി 1-ാം തീയതി അങ്ങനെ ഓരോന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ സ്പെഷ്യൽസ് പ്രതീക്ഷിക്കാം നമുക്ക്. ജനുവരി 2021. ഈ 20 രൂപ മസാല ദോശ എന്താ പറയുക? 20 രൂപ മസാല എന്ന് പറയുന്നത് അതൊരു കൺസെപ്റ്റാണ്. അതായത് നമുക്ക് നല്ലൊരു മസാല ദോശ ഏറ്റവും കുറച്ച് റേറ്റില് നല്ല മസാല കൊടുക്കുക എന്നുള്ളത്. പിന്നെ വെച്ചാല് ഒരു മിനി മസാല കൊടുക്കുന്നത്, കാരണം ഒരു ഇടനേരത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചകാലത്തെ ഊണ് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടത്തെ ഫുഡിന് ഇടയ്ക്ക് നമ്മൾ വലിയൊരു ഹെവി മസാല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പലരും കൊണ്ട് പോയിട്ട് ഊണ് കഴിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പലരും. അപ്പോൾ അതൊന്ന് കുറച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് ഊണ് കഴിക്കാം എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്. അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടൊരു മസാല കൊടുക്കുന്നത്. പിന്നെന്തൊക്കെയല്ലോ ഇവിടെ? പിന്നെ ഉഴുന്നുവട, അതുപോലെ തന്നെ പഴംപൊരി, എല്ലാ സ്നാക്സ് ഐറ്റംസും അതിൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ നെയ്റോസ്റ്റ് ഇതെല്ലാം ഉണ്ട്. പറഞ്ഞെല്ലാം കേട്ടല്ലോ. ഇനി നമുക്ക് മസാല ദോശ കഴിക്കാൻ പോവാം. താഴ്ത്തുനിന്ന് കഴിക്കുന്നവർക്ക് താഴ്ത്തുനിന്ന് കഴിക്കാം, മേലെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ മേലേക്ക് പോവാണ്. ഈ സ്റ്റെപ്പ് പതുക്കെ കയറണം കേട്ടോ. മേലെ കയറിയിട്ടാണ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ. ഇവിടെ കയറി വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്ററുകളും ഫ്ലെക്സൊക്കെ വെച്ച് നല്ല ഡിസൈൻ ചെയ്ത് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയം പറഞ്ഞവർക്ക് ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം പറയാം. ഈ സൈഡിലിരുന്നിട്ട് ചായ കുടിക്കുന്നവർക്ക് അപ്പുറത്തിരുന്നിട്ട് തട്ടുകടയും കാര്യങ്ങളൊക്കെ കണ്ട് ആ കാര്യങ്ങൾ പറയാൻ TV വെച്ചിട്ടുണ്ട്. വാർത്തകളതൊക്കെ കാണാൻ പറ്റും. സിനിമാ കാര്യം സംസാരിക്കാനുള്ളവർക്ക് ഇവിടെ ഇരുന്നിട്ട് സിനിമാ കാര്യം സംസാരിച്ച് ചായ കുടിക്കുകയും മസാല ദോശ കഴിക്കുകയും ഇതൊക്കെ ചെയ്യാൻ പറ്റും.
ഇവിടെ ഒത്തിരി പേര് വന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും മസാല ദോശ ഓർഡർ ചെയ്തു. ഇവിടെ രണ്ടുപേരൊന്ന് മസാല ദോശ കഴിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസുള്ള കാരണം ഞങ്ങൾക്ക് ഓടിയോ ഇടാൻ പറ്റുന്നില്ല. അവർ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യണം, ഒരാൾ ഗോൾഡിൻ്റെ ഇതിൽ വർക്ക് ചെയ്യണം. അവരുടെ ഒരു സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. ഇനി അത് കഴിച്ചിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ കൂടുതലറിയാം. ഒരു രക്ഷയില്ല. ടേസ്റ്റൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റുണ്ട്. ചട്നിയായാലും സാമ്പാറായാലും ഒക്കെ നല്ല കൂട്ടാണ്. നമ്മൾ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഇതിലുണ്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഇത് ഞാൻ വിചാരിച്ചേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വളരെ ചെറുതാവുന്നു. അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. സാമ്പാറും ഉണ്ട്, തേങ്ങാ ചട്നിയും ഉണ്ട്. പിന്നെ ചട്നിയൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ഒന്ന് ചായയും കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പെല്ലാം മാറുള്ള സ്കോപ്പിലുള്ള സാധനമാണ്. ഇവിടെ രണ്ടുപേരുന്ന് കഴിക്കേണ്ടി. ഇവർ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മസാല ദോശ കഴിഞ്ഞു, മാവ് കഴിഞ്ഞു. അപ്പോൾ ഇവർ തൈര് വട കഴിക്കണം. തൈര് വട 15 രൂപയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ക്യാരറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിട്ട്. പിന്നെ ഞങ്ങളൊരു പഴംപൊരിയും ഓർഡർ ചെയ്തു, സമോസയും. സമോസ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാക്കണത്, അതെല്ലാം ഇവിടെ ഉണ്ടാക്കണതാണ്. നല്ല ടേസ്റ്റ്. എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സമോസയാണ്. മസാല ദോശ നന്നായിട്ട്. അത് വളരെയധികം നമ്മൾ സൂപ്പറായിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഇടയ്ക്ക് ചെറിയ സ്നാക്സ് കഴിക്കുന്ന പോലെ തോന്നിയത്. കുറച്ച് വിശപ്പ് മാറും, ക്ഷീണമൊക്കെ മാറും. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞാൻ സ്കൂൾസിൽ ഫിസിക്കൽ ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ മെയിൻ്റനൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സൈഡ് ബിസിനസ്സായിട്ട് ഇങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സ്കൂളിലൊക്കെ ഡോൺ ബോസ്കോ, മണ്ണുത്തി, ഗോകുലം സ്കൂൾ തൃപ്രയാർ, പിന്നെ ഭാരത വിദ്യാമന്ദിർ വലപ്പാട്, അങ്ങനെയുള്ള സ്കൂളുകൾ. ഞങ്ങളൊരു ചായ ലെമൺ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. പാല് ഡയറക്റ്റ് ഫാമിൽ നിന്നാണ്, പാക്കറ്റ് പാലല്ല. നല്ല ചായ. മസാല കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മസാല മേടിച്ചാൽ ആൾക്കാർ കഴിച്ച് പകുതി ബാക്കി വെച്ച് പോകും. അപ്പോൾ കയ്യിലുള്ളവർക്ക് ഒരെണ്ണം കഴിച്ചാൽ പോരാതെ വന്നവർക്ക് രണ്ടെണ്ണം മേടിക്കാം. എന്നാലും ആ ഒരു മസാലയുടെ കാശ് വരുന്നില്ല. അങ്ങനെയുള്ളൊരു ഫുഡ് വേസ്റ്റ് ആക്കാണ്ടും ഉള്ള ഒരു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈറ്റ് ഫുഡ് മസാല ദോശ കഴിച്ചു. നല്ല അഭിപ്രായമാണ്. നമ്മൾ വന്ന് കഴിച്ചവരോടൊക്കെ ചോദിച്ചു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വയറ് ഫുള്ളായിട്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ്. വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അത്രയും രസമുള്ള സംഭവമാണ്. അപ്പോൾ ഇനി മറ്റൊരു അവസരത്തിൽ വരാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ് തോമസ് കോളേജ് റൂട്ടിലാണ് ഇന്ന് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഫുഡ് വെറൈറ്റി കിട്ടുന്ന സ്ഥലം. അത് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഫുഡ് വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു. ബൈ.